Hey guys, Rex here. What's up everyone? Yo Instagram. അതായത് നമ്മൾ ഫ്രീ ഫയർ കളിക്കാനിട്ടൊന്ന് കുറേ ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കംബാക്കിനുള്ള സമയമാണ്. കംബാക്ക് അടിക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. റെക്സി എന്നാണ് ഇപ്പോൾ പുതിയ ഗെയിമിംഗ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഫ്രീ ഫയറത്തെ നെയിം മാറ്റിയിട്ടില്ല, മാറ്റണം. ഒരു നെയിം ചേഞ്ചിങ് കാർഡൊക്കെ എടുത്തിട്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള സ്മോൾ ക്രിയേറ്റേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഉയർത്തി കൊണ്ടുപോവുക ഗൈസ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് കളി തുടങ്ങല്ലേ? കളി തുടങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോബിയിലാണ്. ഗെയിം ലോബിയല്ല, മറ്റേ പ്ലെയിനൊക്കെ ഉള്ള ലോബിയിൽ, ആ ലോബിയിലാണ്. അപ്പോൾ പ്ലെയിൻ എന്നല്ല, മറ്റേ എയർ ബാഗിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ ഗൈസ്? നമ്മൾ മാർസ് ഇലക്ട്രിക്കൊക്കെയാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർസ് ഇലക്ട്രിക് എത്തുമില്ല, നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് മാർസ് ഇലക്ട്രിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പാരഷൂട്ട് അവിടെ വരെ എത്തിയില്ല. അപ്പോൾ നമ്മളിവിടെ പോച്ചിനൊക്കെ ഉള്ളൊരു വീടിൽ കയറിയിട്ട് ലൂട്ടൊക്കെ സെറ്റ് ആക്കുകയാണ് കേട്ടോ. നമ്മൾക്ക് ഓഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മിനി യൂസി കറീനെ തരും. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഗൈസ് മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. 2 മെഡിക്കറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം 6 മെഡിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു പൊട്ടാസും കിട്ടി, ഒരു ഓഗും കിട്ടി. ഓഗ് മാറ്റിപ്പോൾ AC ആയിട്ട് എടുത്ത് ഓടി നടക്കുകയാണ് ഗൈസ്. ആ എൽ ഷേപ്പിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ എൽ ഷേപ്പിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാരാഫലിൻ്റെ അവിടെ ഡ്രാഗൺ ഫ്രീസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ കിടക്കണ്ടായിരുന്നു. മേളിൽ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫാസ്റ്റ് മാഗ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അടിയിൽ നമുക്ക് ലാൻഡ് മൈൻ കിട്ടി. അപ്പോൾ നമ്മൾ നേരെ മേളിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മേളിലെത്തിൻ്റെ മുമ്പിലുണ്ടോ ഒരു വണ്ടി കിടക്കണം. ആദ്യം എടുത്ത് പോയാലെന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ട വിചാരിച്ചു ഗൈസ്. അപ്പോൾ സൈത്ത് കിടക്കുന്നുണ്ടായിരുന്നു, പിന്നെ തിക്കർ ഹെൽമെറ്റ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റിപ്പയർ കിറ്റും പിന്നെ ആ പുതിയ തോക്കാണ് ഗൈസ്. ഞാൻ ഇന്ന് കയറിയപ്പോൾ മനസ്സിലായി പുതിയ തോക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ AC ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കേറ്റിംഗ് ബോർഡൊക്കെ വർക്കാവുണ്ടോ നോക്കുകയാണ്. സെറ്റ് സാധനമാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ആ പ്രസൻറ്റ് പറഞ്ഞപ്പോൾ ഒരു P90 കിട്ടി. നമുക്ക് വേണ്ട വിചാരിച്ചു, പൊട്ടാസില്ലേ, പിന്നെ എന്തിനു പേടിക്കുക. അപ്പോൾ ഇതൊക്കെ അതിന് ഒരു വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പ്രത്യേകിച്ച് ലൂട്ടൊന്നും ഇല്ല ഗൈസ്. ബാക്കി റെക്സ്റ്റ് നിങ്ങൾ കണ്ടോ? ഒന്നും അറിയാത്ത പോലെ ചെയ്താൽ നമുക്കൊരു എത്തുമ്പടി ഉണ്ടാവില്ല, നമുക്കെന്താ പറയേണ്ടുന്ന ഒരു എത്തുമ്പടി ഉണ്ടാവില്ല. ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ തോക്കുള്ളതെന്ന് പറഞ്ഞാൽ AC8ഉം പൊട്ടാസും ആണ്. നോക്കിയപ്പോൾ ഉണ്ടോ അവിടെ ഒരു 500 റുപ്യ എടുക്കും, പിന്നെ ഒരു 200 കൊടുത്തു അതിന്. അപ്പോൾ 700 റുപ്യയായി. അപ്പോൾ ഓടിപ്പോയി നോക്കിയപ്പോൾ ഉണ്ട് മാഗ് കിടക്കും. മാഗ് വേണ്ട വിചാരിച്ചു, എന്നിട്ട് ഓടി നമ്മൾ FF നൈഫ് കൊടുത്തിട്ട്. എന്നിട്ടുണ്ടാ ഉള്ളിൽ പോയി നോക്കുമ്പോൾ വീണ്ടും 500 റുപ്യ. ഇപ്പം എത്രയായി? 1200 റുപ്യ ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, വൂങ്കോങ്ങിൻ്റെ ഇത്. അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് മറ്റേ ഹോണറിൻ്റെ സ്കില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ മെഡിക്കറ്റിനായിരുന്നു വേണ്ട പറഞ്ഞു. 1200 കോയിൻ വെച്ച് എന്തൊക്കെ വെൻഡിങ് മെഷീനിലുണ്ട് നോക്കാൻ വേണ്ടി പോവാണ് ഈ പോക്ക്. നോക്കിയപ്പോൾ ഒരു ആർസണൽ കീ ഉണ്ട്, അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട്. AW ഉണ്ടോ നോക്കി, ഉണ്ടായിരുന്നില്ല ഗൈസ്. ഒരു മെഡിക്കേറ്റും സൂപ്പർ മെഡും ബ്ലൂ മെൽറ്ററും പിസ്റ്റലും കൊടുത്തു ഗൈസ്. നമ്മൾ ഹീൽ പിസ്റ്റലും കൊടുത്തു. അപ്പോൾ നമ്മൾ പോവാണ്. ഇനി മാസ് ഇലക്ട്രിക്കിൽ നിൽക്കുന്നില്ല, റിപ്പയർ കിറ്റ് എടുത്തിട്ട് പോവാല്ലേ. റിപ്പയർ കിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോവന്നെ, ഓടാൻ കിട്ടും. വെഹിക്കേഴ്സ് പക്ഷേ കാര്യമില്ല, എനിക്ക് വേണ്ട.
ആ മോനെ പറക്കന്നെ. ഇപ്പം നമ്മുടെ കയ്യിൽ 1300 ഉറുപ്പ്യ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഓടന്നെ. ആരപ്പം ഇങ്ങോട്ട് പേടിക്കുക. ആ വണ്ടി എടുത്ത് പോവാ വായോ. നമ്മൾ വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. അർസനലിൽ കയറിയാലോ? വേണ്ട, പൈസ ഇല്ല. അപ്പോൾ നമ്മൾ അർസനലിൻ്റെ അത് കൂടെ AW ഉണ്ടോ നോക്കി നടക്കുകയാണ്. ഇല്ല കേസ്, AW ഒന്നുമില്ല. നോക്കിയപ്പോൾ മാപ്പിൽ നോക്കിയപ്പോൾ ഉണ്ടോ ഒരു ഡ്രോപ്പ്. അപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. വന്നിട്ടില്ല, വരുമ്പോൾ ഇതാവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ എത്താനില്ലല്ലേ, പറഞ്ഞത് ശരിയാ. ഇവിടെ അടുത്തല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അവിടെ ഡ്രോപ്പ് ലാൻഡ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നോക്കിയപ്പോൾ ഡ്രോപ്പ് വരാറായി. വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ ഡ്രോപ്പിൻ്റെ അവിടെ അയ്യോ എൻ്റെ പോലെ തലയിൽ വീണറാ. എന്താ കേട്ടെ, പണ്ടൊക്കെ തലയിൽ വീണ അപ്പം ചത്തു. ഇപ്പോൾ വെറുതെ ഒരു ഡാമേജ് എടുക്കുള്ളൂ. നമ്മൾ ഇവിടെ കുമ്പിട്ടിരുന്നിട്ട് മെഡടിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. ആ സ്കേറ്റ് ബോർഡ് എടുത്ത് കളയാൻ നോക്കിയതാ, കളയാൻ പറ്റില്ല. അതറിയാം നമ്മൾ ഡ്രോപ്പിൽ നിന്ന് ആ മറ്റേ എന്താ സാധനത്തിൻ്റെ പേര്, ആ ഗ്ലൂ വാളൊക്കെ പൊട്ടിക്കില്ലേ ഗൈസ്, ആ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ അത് വേഗം വരുന്നില്ല. എന്തപ്പം ചെയ്യുക? കുറേ കത്തി വാളെടുത്തിട്ട് അങ്ങോട്ട് വെട്ടിയിട്ടാൽ വരുമോ വേഗം? ദൈവത്തിനറിയാം. നമ്മൾ നോക്കിയപ്പോൾ സമയത്തറിയാൻ നോക്കുക, ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടായി കളഞ്ഞതാണ്. നോക്കിയപ്പോൾ സ്പീഡ് മോനെ നമ്മൾ സ്പീഡ് എടുത്തിട്ട് ഓടുകയാണ് കേട്ടോ. ഇൻഫിനിറ്റാണ് ഏമോ അവരുടെ ARM അവിടെ തൊലച്ചിട്ട് വന്ന്. അപ്പം നമുക്ക് 0 കില്ലാണ് കേട്ടോ ഗൈസ്. 21 പേരാ ലൈവും. നമ്മൾ കില്ലെടുക്കില്ലെന്ന് ആർക്കറിയാം അല്ലേ? ബാക്കി നിങ്ങൾ കാണുക ഗൈസ്. ഇടിക്കറ അയ്യടാ ചമ്മിടാ അല്ല. അപ്പം നമ്മൾ പൊട്ടാസ് വെച്ച് 2 പൊട്ടിക്കൽ പൊട്ടി. ഒന്ന് പൊട്ടിച്ച് അത് കയറി. സൂപ്പർ, സന്തോഷമായി. 2 ഉണ്ട് അങ്ങനെ വേസ്റ്റ്. അതിൽ പൊട്ടിക്കാൻ നോക്കി, പറ്റിയില്ല. മോണച്ചട്ടൊക്കെ അടിച്ച് പൊട്ടിക്കുക നമ്മൾ ആ വീടിൻ്റെ അത് ഏതൊരാവൻ. അപ്പം നമ്മൾ ആ ഗ്ലൂ വാളിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി അതിൻ്റെ മുകളിൽ കയറാനുള്ള ശ്രമമാണ് ഈ കാണുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ കയറിയിട്ടുണ്ട്. വിൻചെസ്റ്റർ എടുത്ത് നോക്കിക്കുമ്പോണ്ടാ അവൻ വണ്ടി എടുത്ത് പോകണു. ഒന്ന് ഓടിപ്പോയി കയറാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും വണ്ടി എടുത്ത് പോയി. 2 അടിയൊക്കെ അടിച്ചു എന്ന് തോന്നുന്നു. ഒരെണ്ണെ കൊണ്ടുള്ളൂ. നമ്മൾ പറന്നു കഴിച്ച് അവിടെ ലോഞ്ചർ ഇട്ടിട്ട് പറഞ്ഞപ്പോൾ അവൻ പിന്നാലെ വരുന്നുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല ഗൈസ്, വെടുകൻ എങ്ങോട്ടോ പോയി. ഇൻഹേലറൊക്കെ വെച്ചിട്ട് പോവാണെങ്കിൽ ബാക്കി നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ സ്കേറ്റിംഗ് ബോർഡിൽ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോഴാണ് മറ്റേ എയർ ബാഗ് കണ്ടത്. അപ്പോൾ അതിലേക്ക് കയറാൻ വിചാരിച്ചു. നോക്കിയപ്പോൾ താഴത്തെ എനിമികളുണ്ടോ നോക്കിയതാണ്. മോനൊരു 360 ഉണ്ടോ വീണ്ടും ഏതൊരു ബഡ്ഗണ്ടാ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ കയറണു. നമ്മൾ ഡാമേജ് കൊടുത്തു, പക്ഷെ അവന് കൊല്ലാൻ പറ്റിയില്ല ഗൈസ്. പണ്ടൊരു ഒരു ബഡ്ഗൻ പാരഷൂട്ടിൽ അവിടെ വന്നിറങ്ങണു. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞില്ലേ സ്കേറ്റ് ബോർഡ് ഇട്ടിട്ട്, ഇത്രേ ഉള്ളൂ. നമ്മൾ കയറുകയാണ്. ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ ചത്തു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവൻ ഉണ്ടായിരുന്നില്ല. അതുകൂടെ ചാടി കിടക്കാൻ നോക്കുകയാണ് ഗൈസ്. ഞാൻ അറ്റണ്ടേ, പക്ഷെ എന്താ ചെയ്യല്ലേ? മേളിക്ക് നോക്കിയപ്പോൾ ഇവിടെ ഗ്ലൂ വാളൊക്കെ നോക്കിയപ്പോൾ ആ വടുകിനെ കാണില്ല. അവിടെ മൂങ്കോങ്ങായിട്ടിരിക്കുന്നു. ഇത്ര അടി അടിക്കുന്നതെന്നറിയോ? ഒക്കെ മാനത്തിക്കുക. ഈ ചെക്കന് ഉന്നല്ല കേട്ടോ. ഭാഗ്യം ഒരു അടിങ്ങനെ കൊണ്ടുല്ലോ. ചെക്കൻ പീനായിട്ട് എടുത്ത് കുത്തി പിടിക്കുന്നേ. ഞാൻ അങ്ങോട്ട് ഗ്ലൂ ആയിട്ട് മെഡ് അടിച്ചു. പിന്നെ ആരോ കൊന്നു ഗൈസ്. അപ്പോൾ നമ്മൾ മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ താഴത്ത് പോയി നോക്കിയപ്പോൾ അവൻ്റെ ലൂട്ടും പെട്ടി. നോക്കിയപ്പോൾ മേളുന്ന ഏതൊരു വെടുക്കം വന്നിറങ്ങണു. നോക്കിയപ്പോൾ സൈഡിലൊരു പൂങ്കോ മേഘോ ചൊരയെ കുത്തിപ്പിടി. മെഡ് അടിക്കട്ടെ, ചാവും. നമ്മൾ ഐറിസിട്ട് ഏതൊരു വെടുക്കം നമ്മൾ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊന്ന് നല്ല ഡാമേജ് ഉണ്ട് തോന്നുന്നു. അവന് നമ്മൾ നൈസിനെ അങ്ങോട്ട് കില്ല് ഉമ്മി. എന്താ ചെയ്യല്ലേ? അപ്പോൾ അവൻ്റെ മേഘം ഉണ്ടായിരുന്നു, അത് എടുത്തു. എന്തിനു വെറുതെ പൊട്ടാസൊക്കെ എടുത്ത് കളയി. അപ്പോൾ നമ്മൾ
ആ ചെക്കനെ നോക്കുകയാണ്. കാണുന്നില്ലേ, കണ്ടപ്പോൾ അങ്ങോട്ട് പൊട്ടിച്ചിറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോൾ ഉണ്ടാ ഞാൻ മേളിക്കൊന്ന് പോയി നോക്കി, വെറുതെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ഗ്ലൂവാളൊക്കെ കിടക്കണം അടിയിൽ. പിന്നെയാണ് അവിടെ ഒരു സീക്രട്ട് സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി നോക്കാൻ നോക്കിയപ്പോൾ ഉണ്ടാ ബാക്കി നിങ്ങൾ കാണും. എന്നിട്ട് ഞാൻ പറയാം. കണ്ടോട്ടെ ഗൈസ് എന്താ ഉണ്ടാവാൻ പോണെന്ന്. ആ വെടുകണ്ട അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിക്കണു. എന്താ അവനൊക്കെ വേണ്ടില്ലേ, മേഘച്ച അങ്ങോട്ട് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊന്നു. അത്രേ ഉള്ളൂ. നമ്മൾ കുത്തിപ്പിടിയും കിങ്ങാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടാ സോണ് വരും. ഡാമേജ് എടുത്തു, ചാടാൻ നോക്കിയതാ, നല്ല ഡാമേജ്. പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് അവിടെ ഫൈറ്റ് നടക്കണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു കില്ല് അങ്ങോട്ട് കുമ്മി നമ്മൾ കേട്ടോ. കണ്ടോ ഗൈസ്, ഭയങ്കര പൊരിഞ്ഞ ഫൈറ്റ് ആയിരുന്നു. അവനവിടെ സോണി ഇട്ട് നിൽക്കായിരുന്നു, എന്നിട്ട് അങ്ങോട്ട് കുമ്മിയില്ലേ. പിന്നെ നോക്കിയപ്പോൾ നമുക്ക് 3 കില്ലായിട്ടോ. ആ അപ്പുറത്തേക്ക് കിടക്കാൻ നോക്കണം, പക്ഷെ പറ്റേണ്ടത് തേങ്ങ. നമ്മൾ നിലത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടാ ഒരു വെടുകം വണ്ടി ഓടിച്ച് മല കയറി വരുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ ലൂട്ട് എടുക്കാൻ പോയപ്പോൾ ഒരു വെടുകം ഇതാ വരുന്നു. പിന്നെ ചത്ത് വിചാരിച്ചു തേങ്ങ. അപ്പോൾ ആ ലൂട്ട് നോക്കാൻ സൈലൻസറും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേ എന്താ അതിൻ്റെ പേര്, ഉളുവാളൊക്കെ കിട്ടിയില്ലേ, അതിൻ്റെ ഉണ്ട ഉണ്ടായിരുന്നില്ല, അതിന് ഉണ്ടൊക്കെ കിട്ടി. നോക്കിയപ്പോൾ ഒരുത്തം വന്ന് അടിക്കുന്നു. അവനേതാ നോക്കിയപ്പോൾ അത് ആ മറ്റേ വണ്ടിയിലുള്ള ഒരു വെടുകൻ അവനടിക്കുന്നു. എന്നിട്ട് ആ വെടുകണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ അടിക്കുന്നു ഗൈസ്. നോക്ക് എന്താ അവനൊക്കെ വേണ്ടിയില്ലേ. ഞാൻ ഒന്ന് തപ്പുണ്ട് കേട്ടോ, ഗ്ലൂവാൾ തപ്പിയതാ ഞാൻ. അപ്പോൾ നമ്മൾക്കും അറിയാടാ വിടാന്ന് പറഞ്ഞിട്ട് ഞാനും 2 വിട്ടു. എന്ത് നോക്കിയപ്പോൾ ചെക്കൻ ഗ്രനേഡ് വാരി എറിയണു. ഞാൻ ഓടി അങ്ങോട്ട് പോയി ഒരു ഒറ്റ അടി, അവൻ ചത്തു. പിന്നെ നോക്കിയപ്പോൾ ജയിച്ചൂത്രേ. ഞാൻ അപ്പോഴാണ് അറിയണം കേട്ടോ അവനെ കൊന്നതിന് ശേഷം പോയാന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ട്, ലൈക്ക്, ഷെയർ, സബ്, സി യു ഓൾ. കുറച്ചും കൂടി ഉണ്ടല്ലേ, കണ്ടോ ഗൈസ് ബാക്കി എന്തൊക്കെയാണ്, എന്നിട്ട് സി യു ഓൾ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ ഗൈസ്.